പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളോടൊപ്പം ഇപ്പോൾ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ കൂടി തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. മിനിസ്റ്റർ, ഇപ്പോൾ പറഞ്ഞ പോലെ നമസ്കാരം. മഴ ചെറുതായിട്ട് മാറി നിൽപ്പുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ മഴയുണ്ട്. എങ്കിലും മഴക്കെടുതികൾ നിലനിൽക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നമ്മൾ കുറച്ച് മുൻപ് കാസർഗോട്ടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് വീടുകളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായി മുങ്ങി എന്ന് പറയാം. അപ്പോൾ സംസ്ഥാനത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണ് മിനിസ്റ്ററെ? ഇന്നലെ രാത്രി നമ്മൾ വലിയ രീതിയിലുള്ള ഒറ്റപ്പെട്ട മഴ ഉണ്ടായിരുന്നു. എന്നാൽ കനത്തതും തുടർച്ചയായിട്ടുള്ള മഴ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി പറയത്തക്ക അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്ന് പെയ്ത മഴയുടെ തുടർച്ചയായിട്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം താഴോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ ഭാഗമായി പുതിയ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം വെള്ളം കൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇന്നലെ ഏതാണ്ട് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതും താഴോട്ട് വന്നിട്ടുണ്ട്. താരതമ്യേന ഇന്നലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ കാര്യങ്ങൾ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ള മഹാഭാഗ്യം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും മഴ തുടരുന്നുണ്ട്. ശക്തമായിട്ടല്ലെങ്കിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് മാറി വടക്ക് ഭാഗത്താണ് കൂടുതൽ മഴയുടെ സാഹചര്യം ഇന്നലെ ഉണ്ടായത്. രാത്രിയൊക്കെ കൂടുതൽ മഴ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഇന്നലെ മഴ ഉണ്ടായിരുന്നു. അതും തീവ്രമായ മഴ അല്ല എന്നുള്ള ആശ്വാസമുണ്ട്. പൊതുവെ നമുക്ക് ആശ്വാസകരമാണ് ഇന്നലത്തെയും സാഹചര്യം. മിനിസ്റ്റർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം മിനിഞ്ഞാന്ന് തന്നെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതനുസരിച്ചുള്ള മുന്നറിയിപ്പൊക്കെ എല്ലായിടത്തും പോയി എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും നമുക്ക് 6-7 ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. കൊച്ചു കുരുന്നുകൾക്കുൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി. മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ IMD അലേർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം ജില്ലാ ഭരണകൂടം മുതൽ പഞ്ചായത്ത് വരെ നിർബന്ധമായും പാലിക്കേണ്ട എന്തെങ്കിലും ഒരു ഏകീകൃത പ്രോട്ടോകോൾ നിലവിലുണ്ടോ? അതോ ഓരോ ജില്ലയും വ്യത്യസ്തമായ രീതിയിലാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ അലർട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള സാഹചര്യം, അതിനുശേഷം ഇത്തരം കാര്യങ്ങളുണ്ടായി അതിനെല്ലാം നമുക്ക് അതിൻ്റെതായ ഒരു ഗൈഡ് ലൈനും പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ പല ജില്ലകളിലും അത് ഗവൺമെൻറ് അല്ല, ഇതുപോലെ തന്നെ കാലാവസ്ഥാ കേന്ദ്രവും അതുപോലെ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് തന്നിട്ടുള്ള അപകട മേഖലകളുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുമാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ 2 സ്ഥലത്തും മണ്ണ് വീട്ടിന് മുകളിലേക്ക് ഇടിഞ്ഞ് വീണാണ് ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടലല്ല, മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാം കാര്യങ്ങൾ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഗവൺമെൻറ്റിന് ലഭ്യമാകുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതുകൊണ്ടാണ് രാത്രി വൈകിയാണ് ഇടുക്കിയിലേക്ക് ഉരുൾപൊട്ടിയത്. ഏതാണ്ട് 3 മണിയോട് അടുപ്പിച്ചാവണം. പക്ഷേ അറിഞ്ഞ ഉടനെ തന്നെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. മഴയുടെ ഒരു തടസ്സം അടൂർമലയിലുണ്ടായിരുന്നു. എന്നാലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഏകോപിച്ചുള്ള പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഈ രംഗത്ത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. നിശ്ചയമായി. ഇപ്പം ഇവിടെ ഇനിയിപ്പം ഉള്ളത് തിരികെ ജീവിതത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ഉപജീവന ഉപാധികൾ നഷ്ടമായവരുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ ഇന്നലെ ഒരു കർഷകൻ്റെ 12 പശുക്കളാണ് ചത്തുപോയത്. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ആ കുടുംബത്തിൽ ആ ചേട്ടനും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് കൂടി ഒരു കൈത്താങ്ങ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും അത് ഗൗരവത്തോടു കൂടി തന്നെ കാണും. നിലവിലുള്ള സാഹചര്യത്തിൽ വ്യത്യസ്തമായി കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കും. കാരണം ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഗവൺമെൻറ് ആലോചിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ആദ്യം നമ്മൾ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്ക്യൂ ഓപ്പറേഷനാണ് പ്രയോറിറ്റി കൊടുക്കുക, ഫോക്കസ് കൊടുക്കുക. അത് ഏതാണ്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് ഈ കാര്യത്തിൽ ഒരു ദുരന്തമുണ്ടായി അത് പെയ്തൊഴിഞ്ഞ് പോകുമ്പോഴുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് ഞങ്ങൾക്ക് ഏതാണ്ട് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമല്ല. അത് ഇന്നും നാളെയുമായിട്ടൊക്കെ പൂർണ്ണമായിട്ട്
എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, ഭാഗികമായിട്ട് എത്ര വീടുകൾ നഷ്ടപ്പെട്ടു, മറ്റ് നഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ ഗവൺമെൻറ് അത് കണ്ടെത്തും. അർഹതപ്പെട്ട എല്ലാവർക്കും പരമാവധി നിലവിലുള്ള എന്താണോ സഹായം അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പ്രളയം 1-2 പ്രളയം വന്നു, ഒരു വലിയ ഉരുൾപൊട്ടൽ വന്നു, അതിനുശേഷം ആളുകളൊക്കെ മഴ പെയ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും അലേർട്ടിൽ തന്നെയാണ്, ജാഗ്രതയിൽ തന്നെയാണ്. അവർ കൃത്യമായ മുൻകരുതലുകളൊക്കെ ഫോളോ ചെയ്യാൻ ഒരു ഭൂരിഭാഗം ജനങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ അത് അസാധാരണ സാഹചര്യം എന്നതിൽ നിന്ന് മഴ പെയ്താൽ ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ പോലും ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിനിസ്റ്റർ, ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ വീട് സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം മാത്രമല്ല, ജീവിതം തിരിച്ചു പിടിക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പം പുനരധിവാസത്തിന് കേരളത്തിന് പുതിയൊരു മാതൃക, പുതിയൊരു സർക്കാരാണ്, പുതിയൊരു ഭരണകൂടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയൊരു മാതൃക നിലവിൽ ആലോചനയിലുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. ഇപ്പോൾ നമുക്കുള്ള ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ അത് ഗൈഡ് ലൈനും നമുക്കുണ്ട്. ഓരോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് മുന്നിലുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം എന്തായാലും ഗവൺമെൻറ് പരിശോധിക്കും. ഇപ്പം ആറന്മുള MLA അബിൻ വർക്കിയുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് മിനിസ്റ്റർ. അതായത് ആറന്മുളയിലേക്ക് കൂടുതൽ സഹായം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു അപ്രതീക്ഷിത ദുരന്തത്തിൽ പെട്ടിരിക്കുകയാണ് ആറന്മുള. റാന്നിയിൽ കയറിയ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് റവന്യൂ വകുപ്പ് കുറച്ചും കൂടി കാര്യക്ഷമമായി ഇടപെടണമെന്ന് അവിടുത്തെ MLA പറയുന്നുണ്ട്. എന്താണ് അങ്ങയുടെ ഈ വിഷയത്തിലൊരു പ്രതികരണം? ഞാൻ അബിൻ വർക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അബിൻ വർക്കിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്നലെ തന്നെ നമുക്ക് കൊല്ലത്തു നിന്നുള്ള ബോട്ടുകൾ ഉൾപ്പെടെ വന്ന് സ്വാഭാവികമായിട്ട് റാന്നിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നീട് അത് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്നത് പമ്പയുടെ തീരങ്ങളിലാണ്, ആറന്മുള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ്. അത് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നമ്മൾ കുറേയേറെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ കുറേ കൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യങ്ങളാണെങ്കിൽ എന്താണ് ആവശ്യമുള്ളത് അത് അവിടെ നിറവേറ്റി കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കും. പ്രത്യേകിച്ച് പരാതികളല്ല, പക്ഷേ കുറേ കൂടി ആളുകളൊക്കെ പ്രയാസത്തിലാണ്. ആ പ്രയാസം ലഘൂകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെന്താണോ നിർദ്ദേശിക്കുന്നത് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, ഇന്നും കൂടെ ഒരു അല്പം നമ്മൾ ജാഗ്രതയോടുകൂടി തുടരണമെന്നാണ്. കുറച്ച് മുൻപ് IMD ഡയറക്ടർ നമുക്കൊപ്പം ചേർന്നിരുന്നു. ശ്രീമതി നീത പറയുന്ന അനുസരിച്ച് ഇന്നും കൂടെ നമ്മൾ കുറച്ച് ജാഗ്രതയിലേക്ക് പോകണം. നാളെയും മറ്റന്നാളും ഒക്കെ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും എന്ന് പറയുന്നു. അപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങൾക്ക് ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ചെറിയ മഴ ഇന്നിപ്പോൾ ഇന്ന് കൂടിയല്ല. പറഞ്ഞോളൂ മിനിസ്റ്റർ, പറഞ്ഞോളൂ. ഞങ്ങൾ പറയുന്നത് ഇന്നുകൂടി മാത്രമല്ല ഗവൺമെൻറ്, ഞങ്ങൾ IMDയുടെ എല്ലാ ഗൈഡ് ലൈനും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ മുൻകരുതലിൻ്റെ ഭാഗമായി നിലവിലുള്ള സിസ്റ്റം അതുപോലെ തുടരണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മഴ അപ്രതീക്ഷിതമായി ചില മഴകൾ വരുമ്പോൾ അത് കാലാവസ്ഥാ കേന്ദ്രത്തിൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മഴകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളിലും യാതൊരു മാറ്റവും ഉണ്ടാകരുത്. അത് ഗ്രീൻ അലർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നിലവിലുള്ള മുന്നൊരുക്കങ്ങളുടെ എല്ലാം സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഈ ആറന്മുള ഭാഗത്തും അതേപോലെ റാന്നിയിലെ ചില മേഖലകളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും ഈ അലേർട്ടുകൾ കൃത്യമായി അവർക്കിടയിലേക്ക് എത്തിയില്ല എന്നൊരു പരാതി പറയുന്നുണ്ടായിരുന്നു. കുറച്ച് പേർ അങ്ങനെ ഒരു പരാതി പറയുന്നുണ്ടായിരുന്നു. ഈ വീടുകളിലൊക്കെ ഇത്ര കണ്ട് വെള്ളം കയറുമെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പം ഈ പറയുന്നതെന്ന് വെച്ചാൽ മിനിസ്റ്റർ, ഇപ്പം അലേർട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഇനി ദുരിത നിവാരണ അതോറിറ്റിയിൽ കാതലായ മാറ്റങ്ങളോ ചർച്ചകളോ ഒക്കെ ഉണ്ടാകുമോ? ഇനി വരും സമയങ്ങളിലുമൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ നിശ്ചയമായിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. നിലവിലുള്ള സാഹചര്യത്തിൽ പരമാവധി ഫോണിലേക്ക് വരെ സന്ദേശങ്ങൾ ഇന്ന് പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മലമുകളിൽ താമസിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും
കണക്ഷൻ്റെയും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ എന്നാലും കുറേയേറെ ആളുകളുടെ ഫോണിലേക്ക് പോലും മെസ്സേജ് പോകുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് തീർച്ചയായിട്ടും പരിശോധിക്കും. മിനിസ്റ്റർ, ഇപ്പം നിലവിൽ കേരളത്തിന് മഴയെ തടയാനാവാത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഒരിക്കലും കേരളത്തിൽ നിന്നല്ല ആർക്കും മഴയെ തടയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മഴ അത് ദുരന്തമാകുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉറപ്പായും ചെയ്യാൻ കഴിയുന്ന അങ്ങയുടെ മനസ്സിലുള്ള നടപടികൾ എന്തൊക്കെയാണ്? നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല ഇത്. കാരണം ഇതിനകത്ത് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഒരു പ്രളയം ഉണ്ടാകുന്നത്. അത്തരമൊരു പ്രളയം ഉണ്ടാകുമ്പോൾ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അതിന് വിപുലമായ വിശാലമായ വിദഗ്ധരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ നടപടി പറയാൻ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു നേതൃത്വം ഗവൺമെൻറ് കൊടുക്കും. ഇത്തരം കാര്യങ്ങളിൽ ചർച്ച നടത്തി എന്തെങ്കിലും പരിഹാരം ഏതെങ്കിലും കോണുകളിൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ പരിഹാരം നടത്തിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഓക്കെ മിനിസ്റ്റർ, അപ്പം ഈ നിലവിൽ ഇനിയിപ്പം സർക്കാരിന് മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം കുറേയിടത്തൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി, ഈ ചിലയിടത്ത് വെള്ളം ഇനിയും നിൽക്കുന്നു, ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം സർക്കാരിൻ്റെ വരും ദിവസങ്ങളിലെയും വരും മണിക്കൂറിലും ഒക്കെയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മൺസൂണാണ്. സ്വാഭാവികമായിട്ട് ആഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ മഴയാണ്. കർക്കിടക മാസത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അലർട്ടുകളും വളരെ സ്ട്രോങ് ആയിട്ട് പിന്തുടരും. അതോടൊപ്പം തന്നെ വളരെ ശക്തമായി ഒരു കാരണവശാലും നിലവിലുള്ള മുന്നൊരുക്കങ്ങളിൽ നിന്ന് അയവ് വരുത്താതെ എത്ര മഴയില്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും അത് ഈ സീസൺ വരെ തുടരാനുള്ള തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ഭാഗികമായും പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കന്നുകാലികൾ ഉൾപ്പെടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, റോഡുകൾ തകർന്നു പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ മാക്സിമം സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് കടക്കും. അതിനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ മിനിസ്റ്ററെ, വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ഈ സമയം ജോയിൻ ചെയ്തതിന്.